ഹലോ, രാവിലെ ഇതാ ആളിക്കത്തുന്ന തീയുമായി ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ ആളിക്കത്തുന്ന തീയുടെ കൂടെ കുറച്ച് നൊത്തോലി മീനും ചാള മീനും ഉണ്ട്. നൊത്തോലി മീൻ ഇതാ കണ്ടല്ലോ, മിരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക്, പുളിച്ചിക്ക ഇതെല്ലാം ആയിട്ട് നമുക്ക് കറി വയ്ക്കാം. അങ്ങനെ ഇതേ കഞ്ഞിക്കലത്തിൽ ആവിയും പുകയും തീയും എല്ലാം വരണുണ്ട്. നമുക്ക് അരി വെന്തോന്നൊന്ന് നോക്കാം. ഈ സമയത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മുട്ടക്കറി കൂടി അങ്ങ് റെഡിയാക്കാം. ആദ്യം ഒന്ന് റോസ്റ്റ് രൂപത്തിലാക്കി എടുത്തു. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി ദോശയ്ക്ക് ആവശ്യമുള്ള കറികളോട് കൂടിയ മുട്ടക്കറി വെച്ചു. അതുപോലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. പിന്നെ രത്നമ്മ ചേച്ചി എന്നും പനിയെന്ന് പറഞ്ഞു. ചേച്ചിക്ക് സുഖമാണോ? സുഖമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും വീഡിയോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അച്ചമ്മയ്ക്ക് വരാൻ സമയമായില്ലേ? അച്ചമ്മ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാ എന്നെ വീഡിയോ കാണുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഞാനിത് അടുക്കള പണികളെല്ലാം തകർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കറിയാണ് ആ കറിയാണ് ഒന്നും പറഞ്ഞൊന്നും എനിക്ക് ചെയ്യാനില്ല. രാവിലെ ഇതേ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ടക്കറിയൊക്കെ വീഴ്ത്തി പറക്കി വച്ചതിന് ശേഷം ബാക്കി വീട്ടുവിശേഷങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം രാവിലെ ഇന്ന് ഒരു തട്ടിക്കൂട്ട് രസം, ഒരു തോരൻ, ഒരു മീൻ കറി, ഒരു മീൻ ഫ്രൈ, ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. അങ്ങനെ നിങ്ങളെല്ലാവരും കാണണം. ഇപ്പം ഞാൻ മുട്ടക്കറിയൊക്കെ മാറ്റിയ ശേഷം ഇന്നലത്തെ കുറച്ച് കിഴങ്ങ് കറി എൻ്റെ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. അതിനെ ഞാനൊന്ന് അനത്തി എടുക്കുന്നതാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി. അവർക്കാർക്കുമല്ല, എനിക്ക് വേണ്ടി മാത്രം. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ചാനലുകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ കമൻ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ചാനലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോഴും മാത്രമേ കമൻ്റ് ഇടാറുള്ളൂ. ഇവിടെ കുഞ്ഞിന് പനിയായിരുന്നു. അങ്ങനെ 2-3 ദിവസം കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഓട്ടപ്പാച്ചിലായിരുന്നു. ഓരോ ഹോസ്പിറ്റലിൽ നിന്നും വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ നമുക്കൊരു വല്ലാത്ത ടെൻഷൻ പിടിച്ചൊരു സമയമായിരുന്നു 2-3 ദിവസം കൊണ്ട്. ഇന്നാണ് ഇത്തിരി ഒരു ശാന്തത വന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. ഞാൻ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോ സെറ്റ് ചെയ്തത് അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കൃപാകടാക്ഷത്താൽ എൻ്റെ വീഡിയോ ചെറിയ രീതിയിലെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ രാവിലെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ദോശക്കെല്ലാം കടുപ്പി വെച്ചു. അരി വടിച്ചു. മീൻ കറി നമ്മളെ നെത്തോലി ചേട്ടനെ അങ്ങ് അടുപ്പിൽ വെച്ചു. ഇന്നലത്തെ ചൂരക്കറിയുടെ കുറച്ച് മിച്ചമുണ്ട്. അത് ഞാനിങ്ങനെ ചെറിയ കൊടി അടുപ്പിൽ വച്ചിട്ടുണ്ട്. ആളവിടെ ഇരുന്ന് വറ്റി. അത് ഇന്ന് എനിക്കൊന്ന് മൊരിച്ച് പറക്കിയെടുത്ത എൻ്റെ ഉച്ച ഊണിനതായി. പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടും ഒക്കെ ഞാൻ ചെത്തിയെടുക്കുകയാണ്. ഇന്ന് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർന്നുള്ള ഒരു തോരനാണ്. പിന്നെ രാവിലെ അടുക്കള പണികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. പിന്നെ മീൻ വറപ്പായി. കുറച്ച് കാര്യങ്ങൾ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ അവിടെയും. മീൻ വറപ്പായത് തോരനരിഞ്ഞു വെച്ചു. നമ്മൾ ഞവടിപ്പിഴിയുന്ന രസമാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അങ്ങനെ രാവിലെ ഇതൊക്കെ ആയിക്കൊണ്ടേ വരണുണ്ട്. അപ്പോഴേക്കും നമുക്കിനി അടുത്ത പരിപാടി ഡെയിലി ദോശ ചുടണമല്ലോ. അപ്പം ദോശ ചുടണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നീക്കി വെച്ച ശേഷം ദോശയൊക്കെ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ രസം കാച്ചി കഴിഞ്ഞു. പിന്നെ